ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് പുത്തനത്താണി മുതൽ ചുങ്കം വരെയുള്ള കാഴ്ചകളാണ്. ഈ ഭാഗത്ത് മഴ പോയപ്പോൾ കുറച്ച് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നുണ്ട് രണ്ടത്താണി ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മഴ മാറിയപ്പോൾ റോഡിൽ വളരെ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വർക്ക് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ വർക്ക് നടക്കുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ KNRCൻ്റെ വർക്കേഴ്സ് നല്ല രീതിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ പോയപ്പോൾ നല്ല ഒരു കാലാവസ്ഥയും കൂടിയാണെന്ന്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർക്ക് പറഞ്ഞാൽ മഴയുള്ള സമയത്ത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണ്. കാരണം മണ്ണിടിഞ്ഞ് പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് കൊണ്ടാണ് ഇവിടെ കാണാം. ഇതുപോലെ പല ഭാഗത്തും ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും മണ്ണിടിച്ചിലൊന്നും നിൽക്കുന്ന തോന്നില്ല. അപ്പോൾ വർക്കേഴ്സ് പല ഭാഗത്തും വർക്ക് ഇങ്ങനെ മണ്ണെടുക്കുന്ന വർക്കൊക്കെ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് മഴ മാറിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ വന്ന സമയത്ത് ഒന്ന് സ്പീഡായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കുറേ ഭാഗത്ത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുക എന്നല്ലാതെ വേറൊരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന ഭാഗത്തും കുറേ ബിൽഡിങ്ങുകൾ ഇനിയും പൊളിക്കാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇതുപോലെ ഓട്ടോ സ്റ്റാൻഡ് പോലെ ഓട്ടോകൾ വരിയായി നിൽക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ. ഇത് പൊളിച്ചു മാറ്റിയാൽ ശരിക്കുള്ള വാഹന ഗതാഗതം നടക്കും തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ മുന്നിൽ കുറച്ച് ഭാഗത്ത് ഇതാ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ JCBയും ലോറിയും അങ്ങനെ എല്ലാ വർക്ക് മെഷീനറീസും ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ വർക്ക് സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മഴ കാരണം പല ഭാഗത്തും വർക്കൊന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ പ്രശ്നങ്ങൾ പല ഭാഗത്തും നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ മണ്ണ് വാരുന്ന ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് സ്ലോ ആയതേന്ന്. അപ്പോൾ ഈ പുത്തനത്താണി ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയത് നമുക്ക് കാണാം. ഇവിടുന്ന് കുറേ ഭാഗം താഴ്ത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. നേരത്തെ ഞാൻ കാണിച്ച ഒരു ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തേക്ക് താഴ്ത്തി കൊണ്ടുപോകേണ്ടതാണ്. അതിനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പുത്തനത്താണി ചുങ്കം ഭാഗത്തോട്ടാണ് പോകാനുള്ളത്. അവിടെയും പുതുതായിട്ട് ഒരുപാട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകണം. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതുപോലെ ലൈക്ക് ചെയ്തിട്ട് കാണുക. 1000-1500 ആളുകൾ കണ്ടാലും ആരും ലൈക്ക് ചെയ്യാറില്ല. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. അതാണ് നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചുങ്കം ഭാഗത്തോട്ടാണ് പോകുന്നത്. ചുങ്കം ഭാഗത്തേക്കുള്ള കാഴ്ചകളിലേക്കാണ്. ഈ ഭാഗത്ത് അതിൻ്റെ മുന്നോടിയുള്ള ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ രണ്ട് സൈഡിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചുങ്കം ഭാഗത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് നമുക്ക് അവിടെ പോയി വിശദമായിട്ട് കാണാം. അതാണ് ഈ ചുങ്കം ഭാഗത്താണ് ഇപ്പോൾ ഇത്. ചുങ്കം ഭാഗത്ത് നല്ല വർക്കിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോയി നോക്കാം നമുക്ക് അതിൻ്റെ അടുത്തോട്ടുള്ള ഭാഗത്തൊക്കെ എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരു സർവീസ് റോഡ് വന്നിട്ടുണ്ട് പുതുതായിട്ട്. ഇത് അപ്പുറത്തുള്ള പ്രദേശത്തേക്ക് പോകുന്ന ഒരു സർവീസ് റോഡാണ്. എനിക്ക് ആ സൈഡിലെ ആ ഏരിയൻ്റെ പേര് അറിയാത്തതുകൊണ്ടാണ്. ആ ഭാഗത്തേക്കുള്ള ഒരു അണ്ടർപാസ് പോലെയാണ് ഇപ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം. അപ്പോൾ ചുങ്കം ഭാഗത്തുള്ള വയഡക്റ്റാണിത്. വയഡക്റ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ പുന്നത്തല കരുവമ്പാടി പറഞ്ഞ ഭാഗത്തേക്ക്. തെറ്റുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ചുങ്കം ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു
റോഡാണ് ഇത്. അപ്പോൾ ഇത് പുതുതായിട്ടിപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ ഭാഗത്ത്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മറ്റ് ഭാഗത്തൊക്കെ എന്താണ് കാഴ്ചകളെന്ന് പോയി നോക്കാം. ഇതിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചയാണ് ഇതിപ്പോൾ. ഈ ഫ്ലൈ ഓവറും നമ്മളെ റോഡും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ചുങ്കം വയഡക്റ്റിൻ്റെ മുകളിലുള്ള കാഴ്ച ഇതാണ്. ഇവിടെ വർക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. മഴ മാറിയപ്പോൾ, ഇത്ര ദിവസം മഴയായിരുന്നു, മഴ മാറിയപ്പോൾ നല്ല രീതിയിലുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പാലവും ഈ റോഡും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ വയഡക്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച സർവീസ് റോഡ്. ഇതിൻ്റെ അടിഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന കണ്ടില്ലേ, അങ്ങനെ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തോട്ട് പോകുന്ന അതാണ് ആ റോഡ്. നമുക്ക് ഇനി ഇതിൻ്റെ ഭാഗത്ത് മറ്റു ഭാഗത്തൊക്കെ പോയി നോക്കാം. ചുങ്ക ഭാഗത്ത് ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇത്. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെയാണ് ആക്കിയിട്ടുള്ളത്, കാണാം നമുക്ക്. ഇത് എന്താണെന്ന് അറിയില്ല. വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വെള്ളം നിർത്താനുള്ള ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ ഒരു കുറച്ച് വർക്ക് കാണുന്നുണ്ട്. ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഉള്ള. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ഇപ്പോൾ കാണിക്കേണ്ടത്. കാരണം പുതുതായിട്ട് വന്ന അപ്ഡേഷനുകൾ മാത്രം എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് നടക്കുന്ന വർക്ക് എന്താണ് അത് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാണ് ചുങ്കം ഭാഗത്ത് ഇപ്പോൾ പുതിയ വരുന്ന അപ്ഡേഷന്. കാരണം അവിടെ കട്ട വെച്ച് പൊക്കണ ഒരു വർക്കാണ് നടക്കേണ്ടത്. അല്ലാതെ പുതിയതായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്താൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയൊരു കാഴ്ചയും വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.